ഓൾറൈറ്റ്, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന പി സി നമ്മുടെ വീഡിയോസ് റെഗുലർലി കാണുന്നതാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് പഴയ വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടാകും. ഇതിപ്പോൾ പി സി ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് അറൌണ്ട് 3 വീക്സ് ബാക്ക് ഒരു ക്ലയൻറ്റിന് ബിൽഡ് ചെയ്ത പി സി ആണ്. ആൻഡ് ഇതിപ്പോൾ തിരിച്ച് വന്നേക്കുവാണ്. ആക്ച്വലി ഇത് ഞാൻ പേഴ്സണലി പോയി ഡെലിവർ ചെയ്ത് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ട് വന്ന പി സി ആണ്. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഇത് തിരിച്ചു വന്നു. ബിക്കോസ് ഈ പി സിയിലെ മദർ ബോർഡ് അടിച്ചുപോയി, ഗ്രാഫിക്സ് കാർഡ് അടിച്ചുപോയി ആൻഡ് പവർ സപ്ലൈയും ഇനീഷ്യലി പോയെന്നാണ് വിചാരിച്ചത്. ബട്ട് ലക്കിലി ഇറ്റ് വാസ് സേഫ്. ഇത്രയും കോമ്പോണൻറ്റ്സ് ഡാമേജ് ആകാൻ ഒറ്റ ഒരു റീസൺ ആണ്, എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് എന്നും പറയാം. സോ ഇത് ആക്ച്വലി പി സി എന്നല്ല, ഒരു വീടിനെ സംബന്ധിച്ച് വീട്ടിലെ ഇലക്ട്രിക്കൽ ഡിവൈസസ് ആൻഡ് വീട്ടിലുള്ളവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് വീട്ടിൽ ചെയ്യുന്ന എർത്തിങ്. സോ ഐ തോട്ട് ഈ പി സിക്ക് എന്ത് പറ്റി, എന്താണ് നമ്മൾ ചെയ്തത്, എർത്തിങ്ങിനെ കുറിച്ച് എന്തൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ ഇതൊരു ബഡ്ജറ്റ് പി സി ആയിരുന്നു. Ryzen 5 5500 B550 ആണ് ബോർഡ്, ഗിഗാബൈറ്റിൻ്റെ. ഗ്രാഫിക്സ് കാർഡ് MSIയുടെ ആണ്, RX 6600 ആയിരുന്നു. ഇത് പ്രീ ഓൺഡ് GPU ആയിരുന്നു. പവർ സപ്ലൈ MSI ബ്രാൻഡിൻ്റെ ആയിരുന്നു, 550 വാട്ട്സിൻ്റെ. സോ ഇതാണ് മേജർ കോമ്പണൻറ്റ്സ് നമ്മൾ ഈ ബിൽഡിൽ യൂസ് ചെയ്തത്. സോ നമ്മൾ ഇത് ഇവിടെ ബിൽഡ് ചെയ്ത് സ്ട്രെസ് ടെസ്റ്റും ബെഞ്ച് മാർക്കിങ്ങും എല്ലാം പെർഫെക്റ്റ്ലി ചെയ്തതാണ്. ആ ടൈമിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, എല്ലാം പെർഫെക്റ്റ്ലി റണ്ണിങ് ആയിരുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ അടുത്തായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡെലിവർ ചെയ്തത് ആൻഡ് ഇൻസ്റ്റാൾ ചെയ്തതും. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു പഴയ പി സി ഇരിപ്പുണ്ട്. പി സിയുടെ ക്യാബിനറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ എർത്തിങ് ഉണ്ടായിരുന്നു. മോണിറ്ററിൻ്റെ ഏതോ ഒരു സ്ക്രൂ അവിടെ ഇവിടെ ടച്ച് ചെയ്യുമ്പം എർത്തിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞായിരുന്നു. അത് എപ്പോഴൊന്നും ഇല്ല, ബട്ട് ചില ടൈമിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ എന്തായാലും പുതിയത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞ് പുതിയ പി സി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഞാൻ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അവിടുത്തെ എക്സ്റ്റൻഷൻ നമ്മുടെ പഴയ ടൈപ്പ് എക്സ്റ്റൻഷൻ കേബിൾ, പഴയ തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു എക്സ്റ്റൻഷൻ, ആൻഡ് അതിലും പവർ സപ്ലൈയുടെ കേബിൾ കണക്ട് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴും നമുക്ക് ചെറിയൊരു നോയ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പി സി കണക്ട് ചെയ്തു, ഓൺ ചെയ്ത് ഫസ്റ്റ് ബൂട്ടിൽ തന്നെ ബൂട്ടിംഗ് എല്ലാം പ്രോപ്പർ ആയിരുന്നു, ബൂട്ടായി വന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ക്യാബിനറ്റിൽ ടച്ച് ചെയ്തപ്പോൾ എർത്തിങ് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു, എർത്തിങ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എക്സ്റ്റൻഷൻ കേബിളിന്റെ കാര്യം, എർത്തിങ്ങിന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അരമണിക്കൂർ ആയപ്പോൾ തന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു പി സി ഓഫ് ആയിപ്പോയി, ഡിസ്പ്ലേ വരുന്നില്ലെന്ന്. സോ നോർമലി പറയുന്ന കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ പറഞ്ഞു, റാം റിമൂവ് ചെയ്ത് നോക്കാൻ, ഒന്നുകൂടെ ജസ്റ്റ് കണക്ഷൻസ് ഒന്നുകൂടെ റിമൂവ് ചെയ്ത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കാൻ പറഞ്ഞു. ബട്ട് അങ്ങനെ ചെയ്തിട്ടും വന്നില്ല. പിന്നെ ഓൾസോ പുള്ളി ഒരു UPS യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് സെബ്രോണിക്സ് ബ്രാൻഡിൻ്റെ ഒരു UPS ആയിരുന്നു. ആൻഡ് UPS കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്നു. മേ ബി UPSൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി കാണും. അതുകൊണ്ട് ഞാനൊരു 1 ഡേ ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ബട്ട് അതും വർക്കൗട്ട് ആയില്ല. സോ ഞാൻ ഡയറക്റ്റ് ഒന്ന് പവർ കൊടുക്കാൻ പറഞ്ഞു. ഡയറക്റ്റ് കൊടുത്തപ്പോഴാണെന്ന് തോന്നുന്നു അഗെയിൻ മോണിറ്ററിൻ്റെ എവിടെയോ ടച്ച് ചെയ്തപ്പം വീണ്ടും എർത്തിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പുള്ളി നോട്ടീസ് ചെയ്തു. എന്തായാലും സെയിം ഡേ പുള്ളി അത് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഡിസ്പ്ലേ നോ സിഗ്നൽ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ബേസിക് ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് നോക്കി. ലാസ്റ്റിൽ പവർ സപ്ലൈ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പവർ സപ്ലൈ ഇതിൽ നിന്ന് മാറ്റി എൻ്റെ കയ്യിൽ EVGയുടെ ഒരു PSU ഉണ്ടായിരുന്നു. സോ അത് കണക്ട് ചെയ്തു. അത് കണക്ട് ചെയ്തപ്പം ആക്ച്വലി പി സി റണ്ണായി. പക്ഷേ GPUന്ന് ചെറുതായിട്ട് സ്മോക്ക് വരാൻ തുടങ്ങി. സോ അത് ആക്ച്വലി ഞാൻ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നു. സോ ഇവിടെ കാണാം GPUവിൽ ആക്ച്വലി എന്തോ ഷോർട്ടായി, അതിൽ നിന്ന് സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി GPU പോയി, പണി കിട്ടിയെന്ന്. സോ ഈ GPU മാറ്റിയിട്ട് വേറൊരു GPU വെച്ച് നോക്കി. സോ GPU വെച്ച് നോക്കുമ്പോൾ GPUവിലോട്ട് പവർ കയറുന്നില്ലായിരുന്നു. സോ ദാറ്റ് മീൻസ് മദർ ബോർഡും അടിച്ചു പോയിട്ടുണ്ട്. ടോപ്പിലെ മെയിൻ PCA സ്ലോട്ടിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് വെക്കുമ്പോൾ GPU ഓൺ ആകുന്നില്ല. പക്ഷേ താഴെയുള്ള PCA സ്ലോട്ടിൽ GPU വർക്ക് ആവുന്നുണ്ട്. സോ ക്ലിയർലി ആ സ്ലോട്ടും എന്തോ ഡാമേജ് ആയിട്ടുണ്ട്. സോ ഇത് ഐ തിങ്ക് അവിടെ ഡയറക്റ്റ് പവർ കൊടുത്തപ്പം എന്തോ ഷോർട്ടായി, എർത്തിങ്ങിൻ്റെ ഈ ഇഷ്യൂ കാരണം എന്തോ ഷോർട്ട് ആയിട്ടുണ്ട് GPUവിൽ. ബട്ട് അഗെയിൻ മേ ബി പവർ സപ്ലൈ റിക്കഗ്നൈസ് ചെയ്ത് അത് കട്ട് ഓഫ് ആയതാണെന്ന് തോന്നുന്നു. പവർ സപ്ലൈ പിന്നീട് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ആക്ച്വലി വർക്ക് ആവുന്നുണ്ടായിരുന്നു. ആദ്യം പവർ സപ്ലൈ പോയതാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആക്ച്വലി പവർ സപ്ലൈ സേഫ് ആയിരുന്നു. ബട്ട് GPU ആൻഡ് ഗ്രാഫിക്സ് കാർഡ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഒരു മെയിൻ പോയിന്റ് പറയാം. ഇങ്ങനത്തെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ്, അതായത് ഗ്രാഫിക്സ് കാർഡ് ആകാം, PCയുടെ ഏത് കോമ്പണന്റ് ആയാലും, എർത്തിങ് അല്ലെങ്കിൽ UPS യൂസ് ചെയ്യാത്തത് കൊണ്ട് ഓവർ വോൾട്ടേജ്, പവറിന്റെ ഇഷ്യൂ, പവർ സ്പൈക്സ് കാരണം, എന്തെങ്കിലും ഇങ്ങനത്തെ റീസൺസ് കാരണം ഷോർട്ട് ആയിട്ട് ഡാമേജ് ആകുവാണെങ്കിൽ കമ്പനീസ് അത് വാറന്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ അത് കസ്റ്റമറുടെ ഫോൾട്ടായിട്ടേ അവർ പറയത്തുള്ളൂ. ഇത് നമ്മുടെ വെബ്സൈറ്റിലെ PC ബിൽസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ക്ലിയർലി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അതുകൊണ്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിന്റെ വാറന്റി പോയി. നമ്മളത് എന്തായാലും അയച്ചു നോക്കിയായിരുന്നു. പക്ഷെ അവർ തിരിച്ചൊരു ഇമെയിൽ അയച്ചു. കാർഡ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പം
ഒരു മേജർ കോമ്പണൻറ്റ് ഡാമേജ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് വാറണ്ടി കിട്ടത്തില്ല, റിപ്പയറബിളും അല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ റിട്ടേൺ അയച്ചത്. അതുപോലെ MSIയുടെ വാറണ്ടി ഇവിടെ ട്രിവാൻഡ്രത്ത് F1 സൊല്യൂഷൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഈ വാറണ്ടി ക്ലെയിമും സർവീസിൻ്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ലൈക്ക് അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ചെയ്യും, വാറണ്ടി എവിടെ എങ്ങനെ ചെയ്യുന്നത്, ആ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ MSIയുടെ ഗ്രാഫിക്സ് കാർഡ് റിട്ടേൺ വന്നു. ആൻഡ് നമ്മൾ സെല്ലർ ഇത് യൂസ്ഡ് ആയതുകൊണ്ട് സെല്ലറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. സോ പുള്ളി പറഞ്ഞു പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കും, പുള്ളി അവിടെ RMA ഇത് സർവീസ് പുള്ളി അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളിയും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോയിട്ടുണ്ട്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ GPUs അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, പുള്ളി ആ ഒരു ബേസിസിൽ അതിനൊരു റീപ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ എന്തായാലും ഗ്രാഫിക്സ് കാർഡ് നമുക്ക് വേറെ കിട്ടി. പക്ഷേ പുള്ളി പറഞ്ഞു ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് കമ്പനിയും അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലക്കിലി ഗ്രാഫിക്സ് കാർഡ് ഓക്കെ ആയി. ആൻഡ് ഗിഗാബൈറ്റിൻ്റെ മദർ ബോർഡ് നമ്മൾ ഗിഗാബൈറ്റിൻ്റെ സർവീസ് സെൻറ്റർ കൊച്ചിയിലുണ്ട്, അവിടെയാണ് അയച്ചത്. അതും ആദ്യം അയച്ചു കൊടുത്തു, അവരത് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ അയച്ചു. നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം സെയിം ഇഷ്യൂ തന്നെയായിരുന്നു. സോ അങ്ങനെ വീണ്ടും മദർ ബോർഡ് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞു, മദർ ബോർഡ് അയച്ചു കൊടുത്തു. ആൻഡ് ഈ പ്രാവശ്യം എന്തായാലും അതിന് റീപ്ലേസ്മെൻറ്റ് കിട്ടി. ഈ കേസിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡും ഡാമേജ് ആയ 2 കോമ്പണൻസും ലക്കിലി നമുക്കത് റീപ്ലേസ് ചെയ്തു കിട്ടി. സോ എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് ഒരു വീടിൻ്റെ ഇലക്ട്രിക്കൽ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. ആൻഡ് ഇവിടെ എർത്തിങ് ശരിക്കും ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. അത് പിന്നീട് ഇലക്ട്രീഷ്യനെ വിളിച്ച് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്ത് എല്ലാം വീണ്ടും റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഇലക്ട്രിസിറ്റിയുടെ വയറിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ സോക്കറ്റ്സിൽ നിന്ന് വരുന്ന എർത്തിങ് പോയിന്റ്സ് ഉണ്ടാകും. സോ ഈ പോയിന്റ്സ് എല്ലാം മെയിൻ DBയിലോട്ട് കണക്ട് ചെയ്ത് ആ മെയിൻ DBന്ന് ഇതെല്ലാം ഗ്രൗണ്ട് വയർ എർത്തിന്റെ ഇലക്ട്രോഡ് റോഡൊന്നും കുഴി ഉണ്ടാക്കി ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യുന്നത്, അതാണ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹൈ ലോഡ്സ് കയറി വരുന്നത്, ഫോൾട്ടി ആയിട്ടുള്ള കറന്റ്, ലൈറ്റ്നിങ്, ഷോർട്ട് സർക്യൂട്ട്, ഇങ്ങനത്തെ ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ റെഗുലർ ഫ്ലോയിങ് ഇലക്ട്രിസിറ്റിന്ന് എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിൽ അത് ഡയറക്ട്ലി അപ്ലയൻസ് ഓർ ഇലക്ട്രിക്കൽ ഡിവൈസിനെ എഫക്ട് ചെയ്യാതെ അത് ഡയറക്ട്ലി ഗ്രൗണ്ടിലോട്ട് പോകുന്നതായിരിക്കും. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആൻഡ് വീട്ടിലുള്ളവർ സേഫ് ആയിരിക്കും. ഇതിപ്പോൾ PCയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു PC നമ്മൾ ഫുള്ളി ബിൽഡ് ചെയ്ത് പവർ സപ്ലൈ എല്ലാം കണക്ട് ചെയ്ത് കഴിയുമ്പം ഇന്റേർണലി ഇതെല്ലാം ഒരു കണക്ഷൻ ആവുകയാണ്. മോസ്റ്റ്ലി അതിൻ്റെ സ്ക്രൂസും സ്ക്രൂ ഹോൾസ് എല്ലാം നെഗറ്റീവ് കണക്ഷൻ ആയിരിക്കും. സോ പവർ സപ്ലൈയുടെ സ്ക്രൂ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിൽ കറണ്ട് പാസിംഗ് ആയിട്ട് കാണാം. സിമിലർലി മദർ ബോർഡിൻ്റെ സ്ക്രൂസും ഇതേപോലത്തെ കുറച്ച് ഡേഞ്ചറസ് ആണ്, പെട്ടെന്ന് ഷോർട്ട് ആകാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഈ സ്ക്രൂ ഹോൾസും സ്ക്രൂസ് ക്യാബിനറ്റിൻ്റെ സ്ക്രൂ ആണെങ്കിലും പവർ സപ്ലൈയുടെ ആണെങ്കിലും മദർ ബോർഡിലെ ആണെങ്കിലും ഏതൊക്കെ സ്ക്രൂസ് ഉണ്ടോ ഇതെല്ലാം കണക്ഷൻ കംപ്ലീറ്റ് ആകുമ്പം നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. ആൻഡ് പവർ സപ്ലൈയുടെ DC ഔട്ട്പുട്ടിലോട്ട് പോകുന്ന ലൈനും എർത്തിങ്ങിലോട്ടാണ് കണക്ട് ആകുന്നത്. സോ ദാറ്റ്സ് വൈ എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ യുവർ കോൺഫിഗറേഷൻ PCയുടെ കോമ്പണൻസ് നല്ല രീതിക്ക് എഫക്റ്റ് ആകും. ഇത് എർത്തിങ് ചെയ്തിട്ടില്ലെങ്കിലും എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിലും ഈ ഇഷ്യൂ ഉണ്ടാകാം. സോ നിങ്ങളുടെ എർത്തിങ് പ്രോപ്പർ ആണോ എന്നുള്ളത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാം. 2 പീസ് ഓഫ് വയറും ഒരു ബൾബും ഹോൾഡറും ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. സോ നിങ്ങളുടെ PCന്നോ അല്ലെങ്കിൽ മോണിറ്റർ ഓർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഇലക്ട്രിക്കൽ കോമ്പണൻറ്റിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്, ടച്ച് ചെയ്യുമ്പം ചെറിയ എന്തെങ്കിലും വൈബ്രേഷൻ ഓർ അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പാസേജ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എർത്തിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ PCയുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, PC മാത്രമല്ല ഏത് ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഓർ ഡിവൈസ് ആണെങ്കിലും. സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ ഡു റിമെമ്പർ, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നിങ്ങളുടെ കോമ്പണൻറ്റ് ഡാമേജ് ആകുവാണെങ്കിൽ വാറണ്ടി വോയിഡ് ആകും. കമ്പനി വാറണ്ടിയോ സർവീസോ റിപ്പയറോ ഒന്നും ചെയ്യത്തില്ല. സോ നിങ്ങളൊരു പുതിയ PC എടുക്കാനോ പുതിയ PC ബിൽഡ് ചെയ്യാനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. എർത്തിങ് പ്രോപ്പർ ആണോ, നിങ്ങൾ എവിടെയാണോ PC വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ സോക്കറ്റിൽ നിന്ന് എർത്തിങ് ഇഷ്യൂസ് വരുന്നുണ്ടോ ഓർ ഇങ്ങനത്തെ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മസ്റ്റായിട്ടും വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈവൻ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും പഴയ ഇൻവെർട്ടേഴ്സ് ആണെങ്കിൽ UPSലോട്ട് സ്വിച്ച് ആകാൻ മേ ബി ഒരു സെക്കൻഡിൻ്റെ ഗ്യാപ്പ് എടുക്കും. സോ ആ ഗ്യാപ്പിൽ PC ഓഫ് ആകും. ബട്ട് UPS മോഡുള്ള ഇൻവെർട്ടേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു UPS മസ്റ്റായിട്ട് നിങ്ങൾ PCയിൽ യൂസ് ചെയ്യണം. നിങ്ങളൊരു PC ബിൽഡ് ചെയ്യുമ്പം ഗ്രാഫിക്സ് കാർഡ്, പ്രോസസ്സർ ഇങ്ങനത്തെ കോമ്പണൻറ്റ്സ് നോക്കുന്നത് പോലെ തന്നെ മസ്റ്റായിട്ട് PCയുടെ സേഫ്റ്റിക്കും ലോങ് ലൈഫിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കോമ്പണൻറ്റ് ഓർ ഡിവൈസ് ആണ് UPS. സോ ഇതിപ്പം ഈ കേസിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡും മദർ ബോർഡും റീപ്ലേസ് ആയി കിട്ടി. ബട്ട് ഇത് എല്ലാവർക്കും ഈ ഒരു ലക്ക് ഉണ്ടാകണമെന്നില്ല. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇൻ കേസ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ പഴയ ടൈപ്പ് ഇങ്ങനത്തെ ബോക്സ്, പഴയ രീതിയിലുള്ള എക്സ്റ്റൻഷൻ പഴയ നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ കണക്ഷൻസ് സ്ട്രോങ് ആയിട്ട് നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ട് ഇലക്ട്രീഷ്യൻസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ബോർഡ്സ് ആണെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്നാലും എക്സ്റ്റൻഷൻ ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർജ് പ്രൊട്ടക്ഷൻ ഉള്ള ബോർഡ്സ് തന്നെ വാങ്ങണം. എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഈ നടന്ന ഒരു ഇൻസിഡൻറ്റ് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എർത്തിങ് എന്താണ്,
കുറച്ചൊന്നും എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ മേ ബി പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്ക്യൂസ് മീ, ബിക്കോസ് ഞാനൊരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇലക്ട്രിക്കൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളൊന്നുമല്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ഇലക്ട്രീഷ്യനെ കോൺടാക്ട് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ബെസ്റ്റാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പേസി ബിൽസോ ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.